Light of Day by Anita Desai. Unit 1. Anita Desai, born in 1937, Missouri, India. Her father was a Bengali, mom is a German. She has multilingual background. Writers who made impact on her was Emily Bront, Virginia Woolf, D.H. Lawrence, James Joyce, and Gerard Manley Hopkins. She got married to Ashwin Desai, had 4 children. Daughter Kiran Desai, also a writer ആണ്. ഹലബലു ഇൻ ദ ഗ്വാവ ഓർച്ചഡ് ആ നോവലാണ് കിരൺ ദേശായി എഴുതിയിരിക്കുന്നത്. ആളുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് നോവൽസ് ഏതൊക്കെയാണ്? ക്രൈ ദ പീകോക്ക്, ബൈ ബൈ ബ്ലാക്ക് ബേർഡ്, ഫയർ ഓൺ ദ മൗണ്ടൻ, ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ. ഇത് 1980 എഴുതിയതാണ്. ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ 1980. ബോംഗാർട്ട്നേഴ്സ് ബോംബെ 1989. ഇനി ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് എഴുതിയിരിക്കുന്ന നോവൽസ് ഏതൊക്കെയാണ്? ദ പീകോക്ക് ഗാർഡൻ, സർക്കസ് കാറ്റ്, എലി കാറ്റ്, ഗ്രാൻഡ് മദർ, ഗോസ്റ്റ് ഹൗസ്, അങ്ങനത്തെ കുറച്ച് ഇത് ഷോർട്ട് സ്റ്റോറീസ് ആണെന്ന് തോന്നുന്നു. അത് കുട്ടികൾക്ക് എഴുതിയിരിക്കുന്നത് പീകോക്ക് ഗാർഡൻ, സർക്കസ് കാറ്റ്, എലി കാറ്റ്, ഗ്രാൻഡ് മദർ, ഗോസ്റ്റ് ഹൗസ്. ഇനി ലാംഗ്വേജ് ഇഷ്യൂ നോക്കാം. ആളുടെ മേജർ ഡയലമ എന്തായിരുന്നു? ഹൗ ഡു യു റൈറ്റ് ഇന്ത്യൻ ലൈഫ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് നോട്ട് ഫുള്ളി ഇന്ത്യൻ? That was a major problem or major question she was asked. So, and the problem she found was that writers deeply worried about how to translate Indian ways of thinking, speaking, and living into English. Because foreign language does not have words for Indian feelings or Indian experiences. Hence, Desai chose to write psychological or subjective novels focused on inner thoughts and feelings. Such novels won't demand that realistic social details, and we can use everyday Indian speech, and the cultural specific dialogue is also not needed. So, by writing such novels, it is written she had been burying her head like an ostrich, which means avoiding those challenges of representing Indian reality in English. Like an ostrich, how it used to bury its head in a sand. She was means അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഈ അനിത ദേശായി ഒഴിഞ്ഞിരിക്കുകയാണ്. കാരണം ആൾ എഴുതുന്നതെല്ലാം ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതിന് പ്രത്യേകിച്ച് സോഷ്യൽ ഡീറ്റെയിൽസ് കൊടുക്കണ്ട, എന്താ പറയുക, കൾച്ചറൽ സ്പെസിഫിക് ഡയലോഗ് വേണ്ട. എവറിഡേ ഇന്ത്യൻ ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പീച്ചിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആൾ ബൈലിംഗൽ എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന കസ്റ്റഡി എന്ന് പറഞ്ഞ നോവലിലാണ് ഇംഗ്ലീഷ് ഹിന്ദി. ട്രൈലിംഗൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്ന ബോംഗാർട്ട്നേഴ്സ് ബോംബെയിലാണ് ഇംഗ്ലീഷ് ഹിന്ദി ജർമ്മൻ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് 1.